ഓക്കെ. സോ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കുറച്ച് ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിന്റെ ഒക്കെ സ്റ്റെപ്സിന്റെ ഇതിലൂടെ പോയായിരുന്നു. അപ്പോൾ അത് ഒരു ഓൾമോസ്റ്റ് ഒരു പകുതിയെ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം നമുക്ക് അതിന്റെ ബാക്കി ഭാഗം കൂടെ ഇന്ന് കവർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ഞാനിപ്പം എടുത്തു വെച്ചേക്കുന്നത് ആ സെയിം ആർ സ്ക്രിപ്റ്റ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതിന്. അതിൻ്റെ അകത്തുനിന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് ഇവിടം വരെയാണെന്ന് തോന്നുന്നു നമ്മൾ ചെയ്തത്. അതായത് ബേസിക്കലി നമ്മൾ ഡേറ്റ സി ഡി സിയുടെ സെർവറിൽ നിന്ന് എടുത്തു. വി ഹാഡ് ലൈക്ക് കുറേ ഡൊമൈൻസിൽ നിന്നുള്ള ഡെമോഗ്രാഫിക്സ്, കിഡ്നീസ്, ബയോകെമിസ്ട്രി, അങ്ങനത്തെ കുറേ ഡൊമൈനിൽ നിന്നുള്ള വേരിയബിൾസ് നമ്മൾ അവിടുന്ന് സി ഡി സിയുടെ സെർവറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു. അതിൻ്റെ കുറച്ച് നമ്മൾ പല ഡൊമൈനിൽ നിന്നുള്ളതെല്ലാം കൂടെ ജോയിൻ ചെയ്തു. അവസാനം നമുക്കൊരു സിംഗിൾ ഡാറ്റ ഫ്രെയിം കിട്ടി, ഒരു സിംഗിൾ ടേബിൾ കിട്ടി. അപ്പോൾ അതാണ് ആ സിംഗിൾ ഡാറ്റ ഫ്രെയിമാണ് ബേസിക്കലി ഡാറ്റ എന്നും പറഞ്ഞ് ഈ കാണിച്ചിരിക്കുന്നത്. 19,429 ഒബ്സർവേഷൻസ് വിത്ത് 16 വേരിയബിൾസ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ മിസ്സിംഗ് വാല്യൂസിനെ പറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. അപ്പം ജസ്റ്റ് പെട്ടെന്നൊരു റീഫ്രഷർ എന്ന് പറയാനായിട്ട് അതിൻ്റെ ഈ ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഓഫ് മിസ്സിംഗ് വാല്യൂസ്, അതൊന്നും കൂടെ 3 ഡിഫറെൻറ്റ് മെക്കാനിസംസ്. സോ we have like 3 different main mechanisms behind missing values. അതായത് ഒന്ന് എംഗാർ, മാർ, എംനാർ, അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു. എംഗാർ ആൻഡ് എംനാർ അങ്ങനെയാണ്, മാർ ആണോ എന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. എനിവേ, ഈ 3 മെക്കാനിസംസിൽ മാറും എംനാറും, ദ ലാസ്റ്റ് 2 ആർ ആക്ച്വലി പ്രോബ്ലമാറ്റിക്. അപ്പൊ അതാണ് ആക്ച്വലി മിക്കപ്പോഴും ഉണ്ടാകുന്നത്. അന്ന് വെച്ചോണ്ട് എംഗാർ അത്രയ്ക്ക് അൺകോമൺ ആണെന്നല്ല. എംഗാർ ഈസ് ഓൾസോ ആക്ച്വലി കോമൺ, എസ്പെഷ്യലി എക്സാമ്പിൾസ് ലൈക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എറേഴ്സ് ഇൻ റെക്കോർഡിംഗ് ഓഫ് ഡേറ്റ എൻട്രിയിലൊക്കെ ഉള്ള എറേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് അൺകോമൺ അല്ലല്ലോ. അപ്പൊ എംഗാറും അത്രയ്ക്ക് അൺകോമൺ ഒന്നുമല്ല. ബട്ട് the benefit with MGAR is, technically speaking, even if there is MGAR, it is not going to introduce any statistical bias into your machine learning model or a statistical model. It might affect the performance because it might reduce the sample size. പക്ഷേ ബയസ് അങ്ങനെ വരുത്താനുള്ള പൊട്ടൻഷ്യൽ എംഗാറിന് ഒട്ടുമില്ല. അതേസമയം മാറിനും എംനാറിനും, ഈ 2 മിസ്സിംഗ് മെക്കാനിസത്തിനും നമ്മുടെ അനാലിസിസ് ബയസ്ഡ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് 2 സെനാരിയോസ്, ഈ 3 മെക്കാനിസത്തിലും 2 സെനാരിയോ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതായത് വി ഹാവ് പ്രെഡിക്റ്റർ വേരിയബിൾ ആൻഡ് ദ ടാർഗറ്റ് വേരിയബിൾ, അല്ലേ? ഒരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മോഡൽ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വേരിയബിൾ ആയിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്ന വേരിയബിളാണ് ടാർഗറ്റ് വേരിയബിൾ. മിസ്സിംഗ് വാല്യൂസ് ക്യാൻ ഒക്കർ ഇൻ ദാറ്റ് ടാർഗറ്റ് വേരിയബിൾ ഓൾസോ. അതാണ് ബേസിക്കലി ഈ ടേബിൾ ഓൺ ദ റൈറ്റ് സൈഡ്, മിസ്സിംഗ്നെസ് ഇൻ ഔട്ട്കം. ഔട്ട്കം എന്ന് പറയുന്ന ടാർഗറ്റ് തന്നെയാണ്, സെയിം ഡിഫറെന്റ് നെയിം. അതുപോലെ തന്നെ പ്രെഡിക്റ്റർ വേരിയബിൾസ് കുറെ എണ്ണം കാണും. നമുക്കിപ്പം ഇപ്പൊ ആ ഡേറ്റയിൽ 16 എണ്ണത്തോളം ഉണ്ടല്ലോ. അപ്പൊ ആ 16 എണ്ണത്തിലെ മിസ്സിംഗ് മെക്കാനിസം ബേസിക്കലി ഇറ്റ് ഈസ് ലൈക്ക് മിസ്സിംഗ്നെസ് ഇൻ പ്രെഡിക്റ്റർ എക്സ്. എക്സ് ആണ് ജനറലി പ്രെഡിക്റ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ, വൈ ആണ് ഔട്ട്കമ്മിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ. അതാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 2 സെറ്റ് ഓഫ് വേരിയബിൾസിലും മിസ്സിംഗ് മെക്കാനിസം ഉണ്ടാകാം. അപ്പൊ ഇതിലെ മെയിൻ പ്രശ്നക്കാരെന്ന് പറയുന്നത് മിസ്സിംഗ് അറ്റ് റാൻഡം ഓൺ വൈയും മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം ഫോർ ദ ഔട്ട്കം വേരിയബിളുമാണ്. അതിൽ തന്നെ ബേസിക്കലി ഈ മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം ഇൻ ദ ഔട്ട്കം വേരിയബിൾ ആണ് ഇറ്റ്സ് ലൈക്ക് വെരി പ്രോബ്ലമാറ്റിക്. അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ഇമ്പ്യൂട്ടേഷൻ ആൽഗോരിതംസും ഇറ്റ് വിൽ നോട്ട് സോൾവ് ദ പ്രോബ്ലം. നമ്മൾ ഇമ്പ്യൂട്ട് ചെയ്താലും, നമ്മൾ ആ മിസ്സിംഗ് വാല്യൂവിനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്താലും ഇറ്റ് ഡസ് നോട്ട് റിയലി ഹെൽപ്പ് ഇൻ മിറ്റിഗേറ്റിംഗ് ദ ബയസ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതേസമയം മിസ്സിംഗ് അറ്റ് റാൻഡം ഓൺ വൈ
that is the predictor, that can also cause significant bias. നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതലും ഈ predictor വേരിയബിൾസിന്റെ മിസ്സിംഗ്നെസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഔട്ട്കം വേരിയബിളിലും കുറച്ച് മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ ബേസിക്കലി അത് നമ്മൾ ടാക്കിൾ ചെയ്യുന്നില്ല. അത് താഴെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് വരും. അപ്പം ഇതിനെ മിസ്സിംഗ് വാല്യൂസിനെ ഡീൽ ചെയ്യുന്ന ഈ പ്രോസസ്സിനാണ് ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് ബേസിക്കലി അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് വെച്ച് നമ്മൾ പ്രെഡിക്റ്റ്, ബേസിക്കലി ഇറ്റ് ഈസ് പ്രെഡിക്റ്റിംഗ് what could be the probable missing value of that particular patient. അപ്പോൾ ഈ റെഡ് സെൽ എന്ന് പറയുന്നത് ബേസിക്കലി മിസ്സിംഗ് വാല്യൂസ് ആണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് അതിൻ്റെ റിലേഷൻഷിപ്പ് വെച്ച് നമ്മൾ ഈ മിസ്സിംഗ് വാല്യൂ എന്തായിരിക്കാം എന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഇമ്പ്യൂട്ട് ചെയ്യുകയാണ്. അത് ആർട്ടിഫിഷ്യലി നമ്മൾ അവിടെ ഇമ്പ്യൂട്ട് ചെയ്യുകയാണ്. അതിനാണ് ഈ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എല്ലാം ഈ പ്രെഡിക്റ്റീവ് മോഡൽസ് ബേസ്ഡ് അല്ല. സോ വി ഹാവ് ലൈക്ക് ജനറലി 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഇമ്പ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കംപ്ലീറ്റ് കേസ് അനാലിസിസ്, അതിലോട്ട് ഞാൻ പോകുന്നില്ല, അത് ഓൾറെഡി ക്ലിയർ ആയിരിക്കും. നമ്മൾ ബേസിക്കലി എക്സ്ക്ലൂഡ് ചെയ്യുന്ന സബ്ജക്റ്റ്. പിന്നെയുള്ളത് സിമ്പിൾ ഇമ്പ്യൂട്ടേഷൻ. ഇത് പ്രെഡിക്റ്റീവ് മോഡൽ വെച്ചൊന്നുമല്ല. ഇത് ബേസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ആ വാല്യൂസിന്റെ മീനോ മീഡിയനോ മോഡോ വെച്ച് മാത്രം ഇമ്പ്യൂട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് 3 ആർ ആക്ച്വലി ബേസ്ഡ് ഓൺ സം സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ്, സിംഗിൾ ഇമ്പ്യൂട്ടേഷൻ, മൾട്ടിപ്പിൾ ഇമ്പ്യൂട്ടേഷൻ. അപ്പം ഇതിലെ ഏറ്റവും റോബസ്റ്റ് ആയിട്ട് പറയുന്നത് എപ്പോഴും മൾട്ടിപ്പിൾ ഇമ്പ്യൂട്ടേഷൻ ആണ്. ബട്ട് പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇറ്റ് മൈറ്റ് നോട്ട് ഓൾവേസ് ബി വെരി ഫീസിബിൾ. സോ എസ്പെഷ്യലി ഇൻ ടൈംസ് ഓഫ് മെഷീൻ ലേണിംഗ്, when you usually have very large data, സിമ്പിൾ ഇമ്പ്യൂട്ടേഷൻ അത്രയ്ക്ക് അൺകോമൺ അല്ല ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ ലാർജ് ട്രെയിനിങ് ഡേറ്റയൊക്കെ ആണെങ്കിൽ ഈ മൾട്ടിപ്പിൾ ഇമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒത്തിരി സമയമെടുക്കും. മേ ബി ടേക്ക് അവേഴ്സ് ആൻഡ് ഡേയ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് അത്രയ്ക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അല്ല. പിന്നെ ഈ സിംഗിൾ ഇമ്പ്യൂട്ടേഷൻ വിത്ത് കണ്ടീഷണൽ മീൻ ഫ്രം എ റിഗ്രഷൻ മോഡൽ, ദാറ്റ് ഈസ് ഓൾസോ ക്വൈറ്റ് കോമൺലി യൂസ്ഡ് അപ്രോച്ച്. അപ്പോൾ ഇത് ആണ് ഈ മിസ്സിംഗ് വാല്യൂസിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ്. അപ്പോൾ അത് 6 നമ്മൾ കണ്ടപോലെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണല്ലോ ഈ പ്ലോട്ട്. സോ ബേസിക്കലി ഇറ്റ് ടെൽസ് യു how many missing value, what proportion of missing values are there in each of the variables in the data. So നമുക്കിപ്പം ഇവിടെ ഡേറ്റയിൽ 16 ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് you can actually see some of the variables that begin with some smoking related, they have like almost 90% missing values. അപ്പം ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കേസ് അനാലിസിസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ വി വിൽ only get 1760 പേഷ്യൻസ്. ഇനീഷ്യലി വി ഹാഡ് അറൌണ്ട് 20,000, ബട്ട് കംപ്ലീറ്റ് കേസ് അനാലിസിസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ 1760 പേഷ്യൻസിൻ്റെ ഡേറ്റയെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരത്തുള്ളൂ. റൈറ്റ്. സോ കംപ്ലീറ്റ് കേസസിൻ്റെ ആ പ്ലോട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മിസ്സിംഗ് വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ബ്ലൂ ആയിരിക്കും. സ്ട്രൈറ്റ് ഫോർവേഡ്. So now let's see the column names. So 16 ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് we have, I'm just printing what are the different column names in our data, right? ജസ്റ്റ് ഒരു എന്തൊക്കെയാണ് നമ്മുടെ ഡേറ്റയിൽ ഉള്ളത് എന്നറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നോക്കുന്നത് നല്ലത്. ഈ സീക്വൻസ്, ദിസ് ഈസ് ജസ്റ്റ് എ പേഷ്യൻ്റ് ഐഡൻറ്റിഫയർ, ഇത് ജെൻഡർ, ഏജ്, ദെൻ ഇതെല്ലാം കുറച്ച് ലാബ് വാല്യൂസ് ആണ് ഇത്രയും ഭാഗം. This should be BMI of the patient, and അവസാനത്തെ കുറേ വേരിയബിൾസ് എന്ന് പറയുന്നത് ബേസിക്കലി ക്വസ്റ്റിനെയർ, അതിൻ്റെ ആൻസർ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മോക്കിംഗ് ഹിസ്റ്ററിയെ പറ്റിയും നിങ്ങൾക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ, ഓർ ഹാവ് യു എവർ ബീൻ ടോൾഡ് യു ഹാവ് എ കിഡ്നി ഡിസീസ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ യെസ് ഓർ നോ ഓർ ഡോണ്ട് നോ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനാണ് ലാസ്റ്റ് കുറേ വേരിയബിളുള്ളത്. അപ്പം നമ്മളിവിടെ പൊട്ടൻഷ്യലി സ്പീക്കിംഗ് നമുക്ക് 2 ഔട്ട്കംസ് ആണുള്ളത്. ഒന്ന് കിഡ്നി ഡിസീസ് ഉണ്ട്, ദാറ്റ് ഈസ് ദിസ് വേരിയബിൾ KIQ022. പിന്നെ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഔട്ട്കം എന്ന് പറയുന്നത് OSQ060. അത്
KIQ എന്ന് പറയുന്നത് കിഡ്നി ഡിസീസ് യെസ് ഓർ നോ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിന്റെ ഇതാണ്. അപ്പം ബേസിക്കലി യു ക്യാൻ നോ വിച്ച് പേഷ്യൻറ്റ് ഈസ് ഹാവിങ് എ കിഡ്നി ഡിസീസ് ഓർ നോട്ട്. ഇത് അതുപോലെ തന്നെ ജസ്റ്റ് ഫോർ ഓസ്റ്റിയോപൊറോസിസ്. അപ്പം നമ്മൾ ഈ KIQ 022 അപ്പം അതെങ്ങനെയാണ് അത് ഇരിക്കുന്നതെന്ന് കാണാനായിട്ട് അതിൻ്റെ നമുക്ക് സമ്മറി എടുക്കാൻ പറ്റും. അപ്പോൾ സമ്മറി എടുക്കുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് റോസ് എന്ന് പറയുന്നത് ബേസിക്കലി അതിൽ ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് എന്തൊക്കെയാണെന്നാണ്. സോ വി ഹാവ് 3 ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് 1, 2 and 9. സോ ഞാൻ 1 എന്താണ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞാൽ യെസ് പേഷ്യൻറ്റ് ഈസ് ഹാവിങ് എ കിഡ്നി ഡിസീസ്. 2 എന്ന് പറയുന്നത് കിഡ്നി ഡിസീസ് ഇല്ല. 9 എന്ന് പറയുന്നത് പേഷ്യൻറ്റ് ബേസിക്കലി ആൻസർഡ് ഹി ഡസൻറ്റ് നോ. And NA is basically missing values. It is, we don't know what they answered. It might be due to some other reasons. So ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ ഓസ്റ്റിയോപൊറോസിസിൻ്റെ നമുക്ക് നോക്കാൻ പറ്റും. വി ഹാവ് 1, 2, 7, 9 and NAs. സോ 1 എന്ന് പറയുന്നത് യെസ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെന്നുള്ളതാണ്. ഇത് 2 എന്ന് പറയുന്നത് ഇല്ലെന്നുള്ളതാണ്. 7 I forgot. 9 is like don't know. And then a bunch of missing values are there, NAs. So 12,546 missing values. So ഇതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്നൊരു നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് നോക്കാം ഈ ഓസ്റ്റിയോപൊറോസിസ് റിലേറ്റഡ് മിസ്സിംഗ് വാല്യൂസ് ഒത്തിരി ഉണ്ട്. സോ ഔട്ട് ഓഫ് 19,429 12,546 were actually missing values. സോ നമുക്ക് അത് ഒന്നാമത്തെ കാര്യം അത് ഇമ്പ്യൂട്ട് ചെയ്യുന്നത് ശരിയല്ല, അത്രയും മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഔട്ട്കം വേരിയബിൾ ആണ്. എഗെയിൻ ലൈക്ക് ഐ സെഡ് ബിഫോർ, ഔട്ട്കം വേരിയബിളിനെ ഇമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഫോക്കസ് ഓൺ ഓസ്റ്റിയോപൊറോസിസ്, കാരണം അതിൻ്റെ അകത്ത് ഒത്തിരി മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. അതേസമയം കിഡ്നി ഇറ്റ് ഈസ് സ്റ്റിൽ ഫൈൻ. സോ it doesn't have that many missing values as that of the osteoporosis outcome variable. അപ്പം നമ്മൾ ഈ ഓൾ വാർസ് എന്നുള്ളത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തൊരു വേരിയബിൾ നെയിംസിന്റെ വെക്ടറാണ്. അത് ബേസിക്കലി ഇഫ് യു പ്രിന്റ് ഓൾ വാർസ്, അപ്പം 16 ഇതിൻ്റെ അകത്ത് കാണാം. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ബേസിക്കലി ഈ OSQ എന്ന് പറയുന്നത് നമ്മൾ ഒമിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇപ്പം ഈ ഓൾ വാർസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇവിടെ ഈ ഓൾ വാർസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ ക്യാരക്ടർ വെക്ടർ. ഇറ്റ് കണ്ടെയ്ൻസ് 15 എലമെന്റ്സ്. നേരത്തെ 16 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരെണ്ണം പോയപ്പോൾ അത് 15 ആയി. നൗ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കിഡ്നി ഡിസീസ് നമുക്ക് കുറേ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടല്ലോ. 9 ഉണ്ട്, NAs ഉണ്ട്. സോ വി വിൽ ബേസിക്കലി omit them. We are not going to impute them. We will just take only the data of patients for which sound information was available for whether or not they had a kidney disease. അപ്പോൾ അതാണ് ബേസിക്കലി ഈ ഫിൽറ്റർ, ഡീപ് ലെയറിൻ്റെ ഫിൽറ്റർ സ്റ്റെപ്പ് കൊണ്ട് ഇവിടെ നടക്കുന്നത്. ബേസിക്കലി NA അല്ലാത്തതും പിന്നെ 9 എന്നുള്ള വാല്യൂ അല്ലാത്തതും ഇങ്ങനെയുള്ളത് റോസ് മാത്രം എനിക്ക് റിട്ടേൺ ചെയ്യുക. അപ്പോൾ അതാണ് ഈ കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി എ ന്യൂ ഡാറ്റ ഫ്രെയിം DF. സോ വി ഹാവ് 11,321 വിത്ത് 15 വേരിയബിൾസ്. ഇനിയിപ്പം ആ സെയിം വേരിയബിളിൻ്റെ KIQ 02ന്റെ എഗെയിൻ നമ്മൾ സമ്മറി കാണുവാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 1 ഉം 2 ഉള്ളൂ, NAയും ഇല്ല, 9ഉം ഇല്ല. ജസ്റ്റ് ബിക്കോസ് വി സിംപ്ലി എക്സ്ക്ലൂഡഡ് ഇറ്റ്. ഈ ഗ്ലിംസ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേജർ ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടേബിളിനകത്തുള്ള ഏജും പല വാല്യൂ. ഇപ്പോഴും നമുക്ക് കാണാം ഇവിടെയൊക്കെ ഒത്തിരി സോ മെനി മിസ്സിംഗ് വാല്യൂസ് ആർ ദെയർ. NA ദാറ്റ് സ്മോക്കിംഗ് റിലേറ്റഡ് തിങ്സ്. ഇനിയിപ്പോൾ ആ ഡാറ്റ ഫ്രെയിമിൻ്റെ വീണ്ടും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം അത് ആ സെയിം ഇത് തന്നെയാണ്, പക്ഷേ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പാറ്റേണൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്തുനിന്ന് വീണ്ടും
ഇപ്പം നേരത്തെ കണ്ടായിരുന്നല്ലോ, സ്മോക്കിംഗ് റിലേറ്റഡ് വേരിയബിൾസ് ആക്ച്വലി ദേ ഹാവ് ലൈക്ക് വെരി ഹൈ പെർസെൻറ്റേജ് ഓഫ് മിസ്സിംഗ് വാല്യൂസ്. അപ്പോൾ ഇപ്പം ഈ SMQ, ഈ this first variable, it is around maybe 0.80 proportion, 80% മിസ്സിംഗ് വാല്യൂസ് ആണ്. അപ്പം question here is basically, can we try to impute those highly missing variables? So theoretically speaking നമുക്കത് ഇമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരു നല്ല പ്രാക്ടീസ് അല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗെയിൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, മാത്രമല്ല പ്രശ്നങ്ങളെ ഉണ്ടാകാൻ പോകുള്ളൂ. കാരണം അത്രയ്ക്കും മിസ്സിംഗ് ഇൻഫർമേഷൻ ഉള്ള വാല്യൂവിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റിയലി സ്റ്റാറ്റിസ്റ്റിക്കലി റോബസ്റ്റ്. So then another question is then ഒരു ത്രെഷോൾഡ് ഉണ്ടോ? അതായത് ഒരു വേരിയബിളിന് ഇത്ര ശതമാനം മിസ്സിങ്നെസ് കൂടുതലാണ് എങ്കിൽ നമ്മൾ ആ വേരിയബിളിനെ ഒമിറ്റ് ചെയ്യണം, അതായത് അതിനെ ഇമ്പ്യൂട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയുണ്ട്. അപ്പൊ അതിനൊരു റൂൾ ഓഫ് തമ്പ് പോലെ ഒന്നും ഇല്ല. ബേസിക്കലി ഇതിന് ദർ ഇസ് നോ ഫ്രീ ലഞ്ച് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ചീറ്റ് ഷീറ്റ് പോലെ ഒരു മെത്തേഡൊന്നും പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇല്ല. അതുകൊണ്ട് ഒരു ത്രെഷോൾഡ് ഒരിടത്തും ഇല്ല. ഞാൻ സാധാരണ ചെയ്യുന്ന, അതായത് പല ലിറ്ററേച്ചറുകളിലും എല്ലാം തന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഇതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു എക്സ്ക്ലൂഡ് വേരിയബിൾസ് വിത്ത് മോർ ദാൻ 15 to 30% ഓഫ് മിസ്സിംഗ്നെസ്. അപ്പം around 15% missingness is okay in this example, and we are lucky that we don't have to ponder too much about the decision. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് ആയിട്ടുള്ള ഈ 3 വേരിയബിൾസ് എന്ന് പറയുന്നത് they all have like more than 50% മിസ്സിംഗ്നെസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതിനെ ഇമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് മൈറ്റ് നോട്ട് ബി എ ഗുഡ് പ്രാക്ടീസ് അറ്റ് ഓൾ. അപ്പോൾ അതായത് ഈ സ്മോക്കിംഗ് റിലേറ്റഡ് വേരിയബിൾസ്, അതായത് നമുക്ക് ആ സ്മോക്കിംഗ് റിലേറ്റഡ് വേരിയബിൾസ് ഏതാണെന്നുള്ളത് ഈ SMK വാർസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. So we can see that there is patient identifier, then there are 3 variables. ഈ വേരിയബിൾസ് എന്താണെന്നുള്ളതെല്ലാം ലൈക്ക് ഐ സെഡ്, ഇറ്റ് ഇസ് ബേസിക്കലി എ സ്മോക്കിംഗ് ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റനെയർ. അതിന്റെ ഡീറ്റെയിൽസ് ആ CDCയുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഈ വേരിയബിൾ നെയിം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. Anyway, we are actually going to exclude smoking related variables also from our all vars. All vars എന്ന് ഞാൻ ബേസിക്കലി all variables എന്നുള്ളതിന്റെ ഒരു ഇതിനാണ് പറയുന്നത്. ഇപ്പം ആദ്യം 16 ഉള്ളത്, ഇപ്പം നമുക്ക് 11 ടോട്ടൽ 12 ആയിട്ട് വന്നു. സോ വി ഒമിറ്റഡ് osteoporosis previously because that is not a good outcome variable, and then we omitted 3 smoking related variables because they have more than 50% missingness. Now ഈ DFനെ നമ്മൾ വീണ്ടും ഫിൽട്ടർ ചെയ്യുകയാണ്. ആ പ്ലോട്ട് വീണ്ടും വന്നു. ഇപ്പൊ ഈ പ്ലോട്ട് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് വാല്യൂസ് ആർ പ്രസന്റ് ഇൻ ദിസ് മച്ച് വേരിയബിൾസ്, but over here it's not, it may be around 10%, not 10%, 1% kind of missingness only. അപ്പം അത് കൂടുതൽ ലാബ് റിലേറ്റഡ് വാല്യൂസ് ആണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ഈസ് ബേസിക്കലി സീറം കാൽസ്യം. We can look at the column names, same column names, all the 12 ones. സോ ഇനിയിപ്പം നമുക്ക് ഇമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഇതിലോട്ട് വരാം. അതിനു മുമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ 3 മെക്കാനിസംസ് പറഞ്ഞായിരുന്നല്ലോ, ഗാർ, മാർ ആൻഡ് എംനാർ. അതിൽ ഈ മിസ്സിംഗ്നെസ്സിന്റെ മെക്കാനിസം ഏതാണെന്ന് അറിയാൻ പറ്റുമെന്നുള്ളതൊരു ചോദ്യമാണ്. അതായത് അത് ഇപ്പം ഗിവൺ ആയ ഡാറ്റ ഒരു ടേബിൾ നിങ്ങൾക്ക് തരുവാണെങ്കിൽ അതിൻ്റെ അകത്തെ മിസ്സിംഗ് വാല്യൂസിന്റെ മെക്കാനിസം എംകാർ ആണോ മറ്റേതാണോ അങ്ങനെ വല്ലതും പറയാനുണ്ട്. അതിന് ആക്ച്വലി ലിറ്റിൽസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ഉണ്ട്. അതാണ് ഈ ലിറ്റിൽ എംകാർ എന്നുള്ള ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ വരുന്നത് ബേസിക്കലി ഈ ആദ്യം കുറെ നമ്മൾ ലൈബ്രറി ലോഡ് ചെയ്തായിരുന്നല്ലോ, ഇതിൻ്റെ അകത്ത് ഈ ബെയ്ലർ എറ്റ് സൈക്ക് എന്ന് പറയുന്ന R പാക്കേജിനകത്തു നിന്നാണ് ആ ഫംഗ്ഷൻ വരുന്നത്. അപ്പം അത് ആ പാക്കേജ് ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല.
സോ ഈ ലിറ്റിൽസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ടു ടെസ്റ്റ് ഫോർ എംഗാർ, ലൈക്ക് മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം. സോ അതിന്റെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് we are saying missing mechanism is MCAR. Alternative hypothesis is missing mechanism is not MCAR. അപ്പം ഇത് MCAR ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ മാറാണോ MNAR ആണോ ചെയ്യാൻ പറ്റത്തില്ല. MCAR ആണോ അല്ലയോ എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. പക്ഷെ ഇത് ഭയങ്കര കോമൺലി യൂസ്ഡ് മെത്തഡോളജി ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഗീവ്സ് യു സം ഡാറ്റ പോയിന്റ് ടു എക്സ്പ്ലോർ വെദർ ഓർ നോട്ട് ദ മിസ്സിംഗ് മെക്കാനിസം ഈസ് MCAR. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്റ്റെപ്പിൽ, അതായത് ഈ x1 ആൻഡ് x2, ഐ ആം ബേസിക്കലി ജനറേറ്റിംഗ് 2 റാൻഡം വേരിയബിൾസ്. ഈ rnom എന്ന് പറയുന്ന ഫംഗ്ഷൻ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് റാൻഡംലി പിക്ക് 1000 വാല്യൂസ് ഫ്രം ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ഈ x2 ആൻഡ് x1 ഇത് രണ്ടും അതുപോലെയാണ് ഞാൻ റാൻഡംലി എടുത്തതാണ്. അപ്പൊ ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത് we can see the minimum, median, min, max and all. So it is always between its mean is going to be around 0 because that we specified over here. Standard deviation 1. അത് ഇത് ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 0 and 1 കൊടുത്തേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് നോർമൽ. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഹിസ്റ്റോഗ്രാം ഓഫ് x1 നോക്കുവാണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഈസ് എ ബെൽ കർവ് കൈൻഡ് ഓഫ് തിങ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ റാൻഡംലി വി പിക്ഡ് 1000 പോയിന്റ്സ് ആൻഡ് വി ജസ്റ്റ് പ്ലോട്ടഡ് ദ പോയിന്റ്സ് ഓൺ ദെയർ ഫ്രീക്വൻസി. സോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു ഹിസ്റ്റോഗ്രാം വരച്ചാൽ സാധിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ബേസിക്കലി ഇത് കംപ്ലീറ്റ്ലി x1നും x2നും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു റിലേഷൻഷിപ്പും ഇല്ല എന്ന് കാണിക്കാനായിട്ട് നമ്മളൊരു സ്കാറ്റർ പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ബേസിക്കലി എക്സ് ആക്സിസിൽ x1 ആണ്, y ആക്സിസിൽ x2 ആണ്. ഈ പോയിന്റ്സ് എല്ലാം ആണ് ഓരോ ഡാറ്റ പോയിന്റ്സ്. അപ്പൊ ഇതിന്റെ അകത്ത് ബേസിക്കലി നിങ്ങൾക്ക് 1000 ഡാറ്റ പോയിന്റ്സ് വേണം. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് റാൻഡംലി സ്പ്രെഡ്. അതായത് ഒരു പാറ്റേൺ ഒന്നുമില്ല. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേന്ന് കൂടുവോ, അല്ലെങ്കിൽ ഒരു പരാബോളയോ അല്ലെങ്കിൽ മറ്റേത് ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുമോ, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇതൊരു ടിപ്പിക്കൽ റാൻഡം പാറ്റേൺ ആണ്. അത് തന്നെയാണ് നമുക്ക് ഇതിന്റെ അകത്ത് വേണ്ടത്. അതാണ് ഈ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പിക്ക് ചെയ്തത്. അപ്പൊ നേരത്തെ നമ്മൾ റിഗ്രഷനെ പറ്റിയൊക്കെ നേരത്തെ രാമകുട്ടി സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് ഒരു റിഗ്രഷൻ ലൈൻ വരയ്ക്കുവാണെങ്കിലും ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടൽ പോലെ വരുവാണെങ്കിൽ it's not as straight, but still it is completely like horizontal. So that just means that it is there isn't much relationship between x1 and x2. അപ്പൊ ഇപ്പൊ ഈ x1നും x2നും മിസ്സിംഗ് വാല്യൂസ് ഒന്നുമില്ല അല്ലെ. അപ്പം നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറച്ച് മിസ്സിംഗ് വാല്യൂസ് ഇമ്പ്യൂട്ട് ചെയ്യുവാണ്. സോ ഹിയർ ഐ ആം ജസ്റ്റ് ട്രൈയിങ് എ റാൻഡം മിസ്സിംഗ് മെക്കാനിസം. അതിന്റെ ഒത്തിരി ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. ബേസിക്കലി വാട്ട് ഐ ഡിഡ് വാസ് ഈ x1 MCAR എന്നുള്ള വേരിയബിൾ നൗ വിൽ കണ്ടെയ്ൻ സം മിസ്സിംഗ് വാല്യൂസ്. അത് പ്രിന്റ് ചെയ്യാനായി കാണാം. അതിൻ്റെ അകത്ത് കുറെ NA വരുന്നുണ്ട്. അത് x1 നിന്ന് തന്നെയാണ് ആ വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ബട്ട് വി റാൻഡംലി റിമൂവ്ഡ് സം ഓഫ് ദ വാല്യൂസ്. സോ x1ന് എല്ലാ വാല്യൂസും ഉണ്ട്, എല്ലാ 1000 വാല്യൂസും ഉണ്ട്. പക്ഷെ x1 MCAR-ൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി NA വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ലിറ്റിൽസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് വി ക്യാൻ ബേസിക്കലി ടെസ്റ്റ് വെദർ ദ മിസ്സിംഗ് മെക്കാനിസം ഇൻ x1 MCAR ഈസ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം. സോ നമുക്ക് രണ്ട് വേരിയബിൾ ആണല്ലോ ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് നമ്മുടെ ഒറിജിനൽ ഡാറ്റയിൽ 10+ വേരിയബിൾസ് ഉണ്ട്. സോ വി ജസ്റ്റ് ഫീഡ് ദ 2 വേരിയബിൾസ് ലൈക്ക് ദിസ്. സോ ഒരു കോളത്തിൽ x1 MCAR മറ്റേതിൽ x2. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഇത് രണ്ടും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഇതിന്റെ മിസ്സിംഗ്നെസ്സിന് x2 ആയിട്ടും യാതൊരു റിലേഷനും ഇല്ല. സോ ബേസിക്കലി വാട്ട് ഐ did was I randomly generated a missing completely at random mechanism. അപ്പൊ ഈ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു chi-square വാല്യൂവും p വാല്യൂവും കിട്ടും. അപ്പം chi-square we can print like around 2.45. അത് വലിയൊരു വാല്യൂ അല്ല. അപ്പൊ അതിന്റെ p വാല്യൂ നമുക്ക് നോക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലിറ്റിൽ ഹയർ. സോ ഈ p വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് 0.1 എന്ന് പറയുന്നത് അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് അല്ല
എന്നാണ് പറയുന്നത്. ലെസ് ദാൻ 0.05 ആണ് 95% സിഗ്നിഫിക്കൻസിൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആണോ, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ഇതൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ ഇതിന്റെ ഈ കൈ സ്ക്വയറിന്റെയും പി വാല്യൂ കാണുമ്പോൾ ഇത് ബേസിക്കലി ഇറ്റ് ഈസ് ടെല്ലിങ് യു കനോട്ട് റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. കാരണം ഡിഫറൻസ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻസ്. So what was our null hypothesis? Null hypothesis is missing mechanism is MGAR. അതായത് അപ്പോൾ ഈ ലിറ്റിൽസ് ടെസ്റ്റ് നമുക്ക് ഇത് കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്സിംഗ് മെക്കാനിസം MGAR തന്നെയാണെന്ന് ഹൈപ്പോത്തസിസ് വഴി നമ്മൾ ടെസ്റ്റ് ചെയ്തു. അത് തന്നെ ഉള്ളൂ. ദാറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് വൺ. അപ്പോൾ ഇത് നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ MGAR ആർട്ടിഫിഷ്യൽ ജനറേറ്റ് ചെയ്ത് നമ്മൾ ഇതൊന്ന് നോക്കിയതാണ്. നൗ ലെറ്റ്സ് ഡു ദ ലിറ്റിൽസ് ടെസ്റ്റ് ഓൺ അവർ ഡാറ്റ. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ലിറ്റിൽ MGARനകത്ത് നമ്മൾ ഈ ടേബിൾ ആണല്ലോ ഫീഡ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ടേബിളിന്റെ പേര് DF എന്നാണ്. സോ യു ജസ്റ്റ് ഫീഡ് DF ഇൻറ്റു ലിറ്റിൽ MGAR ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കൈ സ്ക്വയറും പി വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, see now the chi-square previously it was around 2.45, now it is like 555. ഭയങ്കര വലിയൊരു chi-square സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പം ഡെഫിനറ്റ്ലി പി വാല്യൂ is going to be very small. In fact it is coming to be 0. So ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ this is actually suggesting that our missing mechanism in our data is not MGAR. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പേഷ്യന്റിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ we might introduce some bias into the model. അപ്പോൾ അത് it is just a guidance to suggest that we might need to impute and not exclude any patients from that data. അപ്പോൾ അതാണ് ലിറ്റിൽസ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now the next step basically creating some variable names. അവിടെ പ്രത്യേകിച്ച് അനാലിസിസ് ഒന്നും നടക്കുന്നില്ല. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ, റൈറ്റ്. സോ KAQ022 ആണ് നമ്മുടെ ഔട്ട്കം വേരിയബിൾ. ബാക്കിയെല്ലാം നമ്മുടെ പ്രെഡിക്റ്റർ വേരിയബിൾസ് ആണ്. ഇപ്പോഴും മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് പല വേരിയബിൾസിനും. പിന്നെ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം റീകോഡിങ് ഇറ്റ്. റീകോഡിങ്, റീനെയിം ആൻഡ് ക്ലീനിങ്. റീകോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മെഷീൻ ലേണിംഗ് അൽഗോരിതംസിനൊക്കെ ഇറ്റ്സ് ബെറ്റർ ടു ഫീഡ് ദ വാല്യൂസ് ഓഫ് എ ബൈനറി വേരിയബിൾ ഓഫ് 1 and 0. 1 and 2 ആണേലും I think it should be okay, but I have never done like 1, 2 or kind of thing. So I always do 1 or 0. So 1 basically means that patient has a kidney disease. 0 means that the patient didn't have a kidney disease. അപ്പോൾ അത് ജസ്റ്റ് റീകോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ സമ്മറി ചെയ്തിട്ടുണ്ടെങ്കിൽ we will get 0. അതായത് കിഡ്നി ഡിസീസ് ഇല്ലാത്ത പേഷ്യൻസ് 10,911 പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് ദം 410 വേർ ഹാവിങ് കിഡ്നി ഡിസീസ്. അതുപോലെ തന്നെ വേറൊരു ബൈനറി വേരിയബിൾ ഇതിൻ്റെ അകത്തുള്ളത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. അല്ലെ, ഇപ്പം ഇതൊരു ബൈനറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ്. അനദർ കാറ്റഗോറിക്കൽ വേരിയബിൾ ഈസ് ദിസ് ജെൻഡർ. ഈ ജെൻഡർ കോഡ് ചെയ്തിരിക്കുന്ന 1ഉം 2ഉം എന്നുള്ള വാല്യൂസ് ആണ്. അപ്പം we can actually see how many males and females are there. So 1 actually stands for sorry, that is not gender. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ വേരിയബിളിന്റെ സമ്മറി ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അറൌണ്ട് സെയിം. രണ്ട് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് 5,400, 5,800. അതായത് ഒറിജിനലി 1 സ്റ്റാൻഡ്സ് ഫോർ മെയിൽ ആൻഡ് 2 സ്റ്റാൻഡ്സ് ഫോർ ഫീമെയിൽ. അപ്പം നമ്മളത് വീണ്ടും 1ഉം 2 എന്നുള്ളത് 1ഉം 0 ആക്കുകയാണ് നേരത്തെ ഇതുപോലെ തന്നെ. അപ്പോൾ അത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ആ ഡാറ്റ വീണ്ടും പ്രിന്റ് ചെയ്യുമ്പം യു ക്യാൻ സി നൗ ഇറ്റ് ബിക്കെയിം 0 and 1. ദിസ് ഈസ് 0 and 1 അഗെയിൻ. ബാക്കി വാല്യൂസ് എല്ലാം അതുപോലെ തന്നെ, നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. Now let's see how many data points are actually available.
സോ ഇതിന്റെ അകത്ത് 5% മിസ്സിംഗ് വാല്യൂസേ ഉള്ളൂ, ബിക്കോസ് വി എക്സ്ക്ലൂഡഡ് സം ഓഫ് ദ സ്മോക്കിംഗ് റിലേറ്റഡ് വേരിയബിൾസ്. പിന്നെ മിസ്സിംഗ്നെസ് ഉള്ള വേരിയബിൾ തന്നെ വി ഹാഡ് ഓൺലി മേ ബി ഐ തിങ്ക് 1% 1 to 10% മാത്രമേ മിസ്സിംഗ്നെസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെ നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യാം. അപ്പം അടുത്ത കുറെ ഇതിലാണ് മിസ്സിംഗ് വാല്യൂ ഇമ്പ്യൂട്ടേഷൻ. അതിന്റെ കോഡുകൾ ഈ 350 ലൈൻ ഓൺവേർഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ പ്രഡിക്ഷൻ മോഡൽസ്, എ പ്രാക്ടിക്കൽ അപ്രോച്ച് ടു ഡെവലപ്മെന്റ് ബൈ സ്റ്റെയർബർഗ്. ഇതിന്റെ അകത്ത് ഒരു ചാപ്റ്റർ 7 മിസ്സിംഗ് വാല്യൂനെ പറ്റി നല്ലപോലെ വിശദീകരിക്കുന്നുണ്ട്. ഇഫ് യു ക്യാൻ ഗെറ്റ് ദ PDF, you can actually read through it. So probably the best missing value mechanism. ആ ബുക്കിന്റെ ടൈറ്റിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാതെ കൊള്ളായിരുന്നു. അത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം സാർ. അത് ഈ കോഡിനകത്തുണ്ട്. ഈ കോഡ് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഓക്കെ. സോ ജനറലി നമുക്കൊരു 5 പാക്കേജുകളുണ്ട് ഈ ആറിനകത്ത് മിസ്സിംഗ് വാല്യൂസ് ആയിട്ട് ഉപയോഗിക്കും. നമ്മളത് എല്ലാം ഉപയോഗിക്കാൻ പോകുന്നില്ല, കാരണം അത് ഒത്തിരി സമയമെടുക്കും. പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി വി ഹാവ് ലൈക്ക് മൈസ്, HMIS, മിസ് ഫോറസ്റ്റ്, അമേലിയ, വിം. വിമ്മും ഓക്കെ, വിം വി ഹാഡ് ഓൾറെഡി യൂസ്ഡ്. നമ്മൾ ആ മിസ്സിംഗ് വാല്യൂവിന്റെ പ്ലോട്ടൊക്കെ നോക്കാനായിട്ടുള്ളത് വിം എന്ന് പറഞ്ഞ പാക്കേജ് വെച്ചാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യാനും പറ്റും. ജനറലി സ്പീക്കിംഗ് ഈ HMIS ആണ് ജനറലി സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങിന് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഐ തിങ്ക് HMIS stands for the guy who wrote the package. I think Frank Harrell. He's a famous biostatistician from Vanderbilt University in US. മൈസ് ആയിരുന്നു പണ്ടത്തെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിവേരിയറ്റ് ഇമ്പ്യൂട്ടേഷൻ ബൈ ചെയിൻഡ് ഇക്വേഷൻ. ഇത് മൾട്ടിപ്പിൾ ഇമ്പ്യൂട്ടേഷൻ ചെയ്യാനായിട്ടുള്ള പാക്കേജാണ്. മിസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ. ഇറ്റ് ഈസ് നോട്ട് എ റിഗ്രഷൻ മോഡൽ, ഇറ്റ് ഈസ് ബേസിക്കലി എ ഡിസിഷൻ ട്രീ ബേസ്ഡ് മോഡൽ. സോ ഇറ്റ് ഈസ് നോൺ പാരാമെട്രിക് ഇമ്പ്യൂട്ടേഷൻ. ഇതെല്ലാം പാരാമെട്രിക് ഇമ്പ്യൂട്ടേഷൻ ആണ് മൈസ്. അമേലിയ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ യൂസ് ടു ബി ഇൻ പോപ്പുലർ, ബട്ട് ഇറ്റ് ഗോട്ട് എ ബിറ്റ് ഔട്ട്ഡേറ്റഡ്. ആക്ച്വലി വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ഇതിന്റെ ഈ അമേലിയ എന്നുള്ള പേര്, ഈ പാക്കേജിന്റെ പേര് വന്നത് അമേലിയ ഇയർഹാർട്ട്. പുള്ളിക്കാരിയാണ് ഫസ്റ്റ് വുമൺ ടു ഫ്ലൈ സോളോ അക്രോസ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. പിന്നെ ആഫ്റ്റർ സം ടൈം ഡ്യൂരിങ് അനദർ ഫ്ലൈയിങ് ഈവന്റ് ഷീ വെന്റ് മിസ്സിംഗ്. നോബഡി നോസ് വാട്ട് ഹാപ്പൻ ടു ഹർ. അപ്പൊ അത് ആ പാക്കേജിന്റെ പേര് അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ 5 പാക്കേജാണ് ജനറലി ഉള്ളത്, റൈറ്റ്? സോ പിന്നെ ഈ മിസ്സിംഗ് വാല്യൂസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യന്റിന്റെ ഐഡന്റിഫയർ ആവശ്യമില്ല. ഈവൻ ഫോർ മെഷീൻ ലേണിംഗ് ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. ദാറ്റ് ഈസ് ജസ്റ്റ് ടു ഐഡന്റിഫൈ ദാറ്റ് പേഷ്യന്റ്. സോ ഈ സ്റ്റെപ്പിൽ ഞാൻ ബേസിക്കലി ഐ ജസ്റ്റ് റിമൂവ് ദാറ്റ് SEQN വേരിയബിൾ. ഐ ജസ്റ്റ് ഗിവ് എ നെഗറ്റീവ് ആൻഡ് ഐ ജസ്റ്റ് റിമൂവ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇതിന്റെ അകത്ത് മിസ്സിംഗ് വാല്യൂസ് എത്ര ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ 6371 മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. അപ്പൊ ഈ മൈസ് ഉപയോഗിക്കുന്നതിന്റെ ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. ഇങ്ങനത്തെ ഈ ഇംപ്ലിമെന്റേഷൻ ഒക്കെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡും സിമ്പിളുമാണ്. സോ മൈസ് എന്നുള്ളതാണ് ഫംഗ്ഷന്റെ പേര്. ഇഫ് യു ആക്ച്വലി പ്രിന്റ്, യു ക്യാൻ ഓൾസോ ഗോ ഇൻ ടു ദ ഡീറ്റെയിൽഡ് ഫംഗ്ഷൻ ഡോക്യുമെന്റേഷൻ ബൈ this question mark. ഇതിന്റെ അകത്ത് വാസ്റ്റ് ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇത് ഇനീഷ്യലി ഇത് വായിച്ചാൽ ചിലപ്പം ഈ ബിഗിനേഴ്സിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് എനിവേ ദിസ് ഈസ് വൺ വേ ടു നോ അബൌട്ട് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫങ്ഷൻസ് ഇൻ ആർ. സോ ഇതിന്റെ അകത്ത് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ആർഗ്യുമെന്റ്സ്, അങ്ങനത്തെ ഇതല്ല. അപ്പം ഞാൻ ഇതിന്റെ അകത്ത് ബേസിക്കലി ഡേറ്റ എന്നുള്ളത് നമ്മുടെ ഡേറ്റ, വി ഹാവ് ടു ഫീഡ് ദ ഡേറ്റ DF.
ഈ എം എന്ന് പറയുന്നത് ആക്ച്വലി ദ നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഇമ്പ്യൂട്ടേഷൻ. അപ്പൊ ഞാൻ നേരത്തെ സ്ലൈഡിൽ കൂടെ പറഞ്ഞായിരുന്നല്ലോ, മൾട്ടിപ്പിൾ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വി ആർ ബേസിക്കലി ഇമ്പ്യൂട്ടിങ് മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റ്സ്. സോ അത് എത്ര എണ്ണം വേണം എന്നുള്ളതാണ്. അപ്പം ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് 5. പക്ഷെ നമ്പർ കൂടുന്നതനുസരിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കൂടുതലെടുക്കും. ആൻഡ് ദ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ റിഗ്രഷൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. സോ പ്രെഡിക്റ്റഡ് വാല്യൂസ് ആണല്ലോ, പ്രഡിക്ഷൻ ആണല്ലോ ബേസിക്കലി ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. അപ്പം ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓരോ ഇറ്ററേഷനിലും എറർ കുറഞ്ഞു വരണം. അപ്പോൾ അത് മാക്സിമം എത്ര ഇറ്ററേഷൻ വരെ പോകണം എന്നുള്ളതാണ്. ഞാൻ ഈ 3 കൊടുത്തേക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ആക്ച്വലി വെരി ലോ നമ്പർ. ഇൻ ജനറൽ പ്രാക്ടീസ് ഈ 3 എന്ന് പറയുന്നത് it's actually not at all a good choice. It has to be like minimum 10 or more. ഓക്കെ, ഇപ്പം ഇത് റൺ ചെയ്യുവാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. ഡിപ്പെൻഡിങ് ഓൺ ദിസ് നമ്പേഴ്സ് ആൻഡ് ദ ഡാറ്റ സൈസ് ഇറ്റ് ക്യാൻ ടേക്ക് ലോട്ട് ഓഫ് ടൈം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പലപ്പോഴും ഈ ML ട്രെയിനിങ്ങിന്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇത് പലപ്പോഴും പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. ബട്ട് ജസ്റ്റ് ടു ഷോ യു ദിസ് ഈസ് ഹൗ ദ മൈസ് പാക്കേജ് വർക്ക്സ്. അപ്പോൾ ഈ ഇറ്ററേഷൻ്റെ പറഞ്ഞ നമ്പർ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ 3 ആണ് കൊടുത്തേക്കുന്നത്. അപ്പം 3 വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് it has imputed 5 data set. So ഇത് ഏതൊക്കെ വേരിയബിൾസ് ആണ് ഇമ്പ്യൂട്ട് ചെയ്തത് എന്നിവിടെ കാണിക്കുന്നതാണ്. ഇത് ബേസിക്കലി PMM എന്ന് പറയുന്ന പ്രെഡിക്റ്റീവ് മീൻ മാച്ചിങ്. സോ ഇവിടെ അതില്ല. അതിന്റെ അർത്ഥം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 വേരിയബിൾസിനും ഇല്ലായിരുന്നു. പക്ഷെ all the other variables they found some missing values, and what was the method used to impute the missing. അപ്പോൾ ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഈ ഇമ്പ്യൂട്ട് ചെയ്ത ഡാറ്റ സെറ്റ് ആണല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഈ കംപ്ലീറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ മൈസിന്റെ ഔട്ട്പുട്ട് ഒബ്ജക്റ്റ് ആണ് ഫീഡ് ചെയ്യേണ്ടത്. സോ നൗ വി ഗോട്ട് ദ ഇമ്പ്യൂട്ടഡ് ഡാറ്റ സെറ്റ്. അപ്പോൾ ഇതിന്റെ എന്തോ കാണിക്കുന്നത്, അത് ആക്ച്വലി we imputed 5 data sets, right? അപ്പൊ അതിന്റെ ആദ്യത്തെ ഡാറ്റ സെറ്റ് മാത്രമാണിത്. ഇപ്പൊ ഇത് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കിട്ടും. അത് വേറൊരു ഡാറ്റ സെറ്റ് ആയിരിക്കും. പക്ഷെ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ എറർ വരേണ്ടതാണ്. എറർ വന്നില്ല, ബട്ട് യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് ആക്ച്വലി 0. സോ ദാറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് വി ഓൺലി ഹാവ് 5 കൊടുത്താലും യു വിൽ ഗെറ്റ്. അപ്പൊ ഈ ഇമ്പ്യൂട്ട് ചെയ്ത ഡാറ്റ സെറ്റിൽ നമ്മൾ വീണ്ടും എത്ര മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്ന് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് 0. സോ പ്രീവിയസ്ലി വി സോ അവർ ഒറിജിനൽ ഡാറ്റ വാസ് ലൈക്ക് ദിസ്. അതിന്റെ ഫസ്റ്റ് 6 എടുക്കുകയാണെങ്കിൽ PMM ന്റെ ഫുൾ ഫോം എന്താ പറഞ്ഞേ? പ്രെഡിക്റ്റീവ് മീൻ മാച്ചിങ്. ഹലോ, താങ്ക് യു. ഓക്കെ, അത് ബേസിക്കലി അത് ലീനിയർ റിഗ്രഷൻ ആണ് കണ്ടിന്യൂസ് വേരിയബിളിന് ഉപയോഗിക്കുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് ഇമ്പ്യൂട്ടിങ് ദ മീൻ ഓഫ് ദ പ്രെഡിക്റ്റഡ് വാല്യൂസ് ഓഫ് ദ അവൈലബിൾ വാല്യൂസ് ഇൻ ദാറ്റ് വേരിയബിൾ. അപ്പോൾ അതാണ് ഈ പ്രെഡിക്റ്റീവ് മീൻ മാച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Categorical variable കൊടുത്തിട്ടുണ്ടെങ്കിൽ mice will automatically do the logistic regression. So now in our data we didn't have any categorical variables. We had categorical variables, but they didn't have any missing values. അപ്പം ഇതിന്റെ അകത്ത് പ്രിന്റ് ചെയ്യുമ്പം ഈ PMM എന്നുള്ളത് വേറെ വല്ല മെത്തേഡിന്റെ പേര് വരും. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ലോജിസ്റ്റിക് റിഗ്രഷൻ, പോളിനോമിയൽ റിഗ്രഷൻ. ദിസ് വൺ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. So there are different methods depending on the variable types. So usually it is PMM and logistic regression based on whether or not your variable is a binary or continuous model. Okay, thank you.
അപ്പൊ ഇത് നമുക്കിപ്പം ഇതിന്റെ അകത്ത് 5 ഡേറ്റാ സെറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നുള്ളൂ, ഇത് ബേസിക്കലി ഇത് അത്രയ്ക്ക് പ്രാക്ടിക്കൽ അല്ല. കാരണം ഇനിയിപ്പം നമ്മൾ ഇതിനെ മെഷീൻ ലേണിംഗ് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഓരോ 5 ഡേറ്റാ സെറ്റും നമ്മൾ ട്രെയിൻ ചെയ്ത് അവസാന റിസൾട്ട് പൂൾ ചെയ്യേണ്ടി വരും. അതാണ് ജനറലി പ്രാക്ടീസ് ചെയ്യുന്നത്. അത് പലപ്പോഴും പ്രാക്ടിക്കൽ അല്ല. ആൻഡ് ഓൾസോ ദിസ് മൈസ് പാക്കേജ് ഹാസ് നോട്ട് ഇന്റഗ്രേറ്റഡ് വിത്ത് ആർ മെഷീൻ ലേണിംഗ് പാക്കേജസ്. അപ്പൊ അതുകൊണ്ട് ഇതങ്ങനെ ജനറലി മെഷീൻ ലേണിംഗിന്റെ ഒരു പ്രീ പ്രോസസിംഗ് ആയിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗിന് മൈസും HMIS, ദിസ് ഈസ് ദ വൺ വിച്ച് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്, ബട്ട് ഐ ഹാവിന്റ് ഗോൺ ത്രൂ ഇറ്റ്, ഐ മീൻ നോട്ട് ഗോയിങ് ത്രൂ ഇറ്റ് ഇൻ ദിസ് ക്ലാസ്. പക്ഷെ അത് രണ്ടും സെയിം ആണ്. ഇറ്റ് ജസ്റ്റ് ദാറ്റ് HMIS ഹാസ് some more advanced features. Algorithms and all, they are both basically same in mice and HMIS. So statistical modeling ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ജനറലി ഇതിലേതെങ്കിലും ഒരു പാക്കേജ് ഉപയോഗിക്കാവുന്നതാണ്. മിസ് ഫോറസ്റ്റ് ആക്ച്വലി ഈയിടെയായിട്ട് ഒത്തിരി ഗെയിൻ ചെയ്ത ഒരു ടെക്നിക്കാണ്. ദിസ് ഈസ് ഓൾസോ predictive imputation. Single or multiple, both are there. It just depends on how many times you impute. That is the only difference between single imputation and multiple imputation. So ഇതിന്റെ അകത്തെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. സോ അതിന്റെ കോഡ് ഞാൻ എഴുതിയിട്ടുണ്ട്, ബട്ട് ഇഫ് യു റൺ ദിസ് ഇറ്റ് വിൽ നോട്ട് റൺ. സോ ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഇത് മേ ബി ഇറ്റ് മൈ ടേക്ക് സോ മെനി മിനിറ്റ്സ് ടു റൺ. അതിന്റെ അകത്ത് ഒരു മിസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പാക്കേജിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി പാരലലൈസ് ദ ഓപ്പറേഷൻ. അത് ഈ പൈത്തൺ പ്രോഗ്രാമിങ്ങിലൊക്കെ ആൾക്കാർക്ക് നല്ല പരിചയമുള്ളതായിരിക്കും. ആറിന്റെ ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഈസ് എ സിംഗിൾ ത്രെഡഡ് ഓപ്പറേഷൻ. അതായത് നമ്മുടെ പ്രോസസ്സറിന്റെ ഒരു ത്രെഡിൽ കൂടെ മാത്രമേ ഒറ്റ ടൈമിൽ ആറിന്റെ ഓപ്പറേഷൻസ് കടന്നു പോകുള്ളൂ. അതുകൊണ്ട് ആർ ഭയങ്കര സ്ലോ ആണ്. അപ്പൊ അതിനെ ബട്ട് നൗഡേയ്സ് സം ന്യൂ പാക്കേജസ് ഹാവ് കം വേർ യു ക്യാൻ ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ട്. അതായത് ഓരോ ത്രെഡിനും പല പല ഓപ്പറേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇറ്റ് ക്യാൻ വാസ്റ്റ്ലി ഇംപ്രൂവ് ദ കമ്പ്യൂട്ടേഷൻ ടൈം. അപ്പൊ ആ പാരലലൈസ് ഫീച്ചർ ബേസിക്കലി ഈ മിസ് ഫോറസ്റ്റ് പാക്കേജിനുണ്ട്. So anyway we are not going to run, but the code is there. You can maybe try it yourself. So again ഈ df.mice എന്ന് പറയുന്നതാണല്ലോ ഈ മൈസ് പാക്കേജ് വഴി നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്ത് കിട്ടി. അതുപോലെ തന്നെ ഇത് നിങ്ങൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ df.misforestനകത്ത് we will get the imputed data set from the miss forest. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു k nearest neighbor. അത് വേറൊരു ഡിഫറെന്റ് ടെക്നിക്കാണ്. ദാറ്റ് ഈസ് ഓൾസോ a single imputation, but it can also be used for multiple imputation. If again, like I said, if you impute it multiple times, it becomes a multiple imputation. That is the only difference. അപ്പോൾ ഈ ഫംഗ്ഷൻ KNN എന്ന് പറയുന്നത് അത് actually it's a very popular algorithm for it is used for many different things. It is not just for missing values. ഇത് ബേസിക്കലി ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്തിട്ടുള്ള ആ ഡാറ്റ പോയിന്റിന്റെ അടുത്തുള്ള വാല്യൂസിന്റെ ആവറേജ് അല്ലെങ്കിൽ അതിന്റെ മീഡിയൻ അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് വെച്ച് ഇമ്പ്യൂട്ട് ചെയ്യും. അപ്പൊ അതിന്റെ അകത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ അടുത്തുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്? അപ്പൊ അടുത്തുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ബേസിക്കലി യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് അങ്ങനത്തെ ഡിസ്റ്റൻസ് മെഷേഴ്സ് ഒക്കെ ഉണ്ട്. അത് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ കടക്കുന്നില്ല. ബേസിക്കലി ആ ഒരു പേഷ്യന്റിന്റെ നിയറസ്റ്റ്, ഇപ്പൊ ഇതിന്റെ അത് k = 5 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ നിയറസ്റ്റ് 5 നെയ്ബേഴ്സ് ഏതാണോ, നിയറസ്റ്റ് 5 പേഷ്യൻസ് ഏതാണോ, ആ പേഷ്യൻസിന് മിസ് ചെയ്ത വാല്യൂ ആ പേഷ്യൻസിന്റെ മിസ് ചെയ്യപ്പെട്ട വേരിയബിളിന്റെ മീൻ ഓർ മീഡിയൻ, മീനാണ് യൂഷ്വലി വെച്ച് ഇമ്പ്യൂട്ട് ചെയ്യുക. അതായത് മിസ്സിംഗ് വാല്യൂ ഇമ്പ്യൂട്ട് ചെയ്യുക. അതാണ് ബേസിക്കലി ഇതിന്റെ പ്രോസസ്. അപ്പം KNN is actually very popularly used in training, machine learning training also, as compared to the mice. Miss forest also is used depending on how good your computing power is. But good thing with KNN and random forest, ഈ ലാസ്റ്റ് രണ്ട് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആറിനകത്തെ സ്റ്റാൻഡേർഡ് മെഷീൻ ലേണിംഗ് പാക്കേജസിൽ ഈ രണ്ട് അൽഗോരിതവും ആക്ച്വലി ഇൻബിൽറ്റ് ആണ്. അപ്പം നമ്മൾ ഈ ബേസിക്കലി ഇപ്പം കണ്ടിരുന്ന ഈ സ്റ്റെപ്പുകളൊന്നും തന്നെ we don't have to do it like that. We can actually do it by just a single line when you actually go for the training. അതിൻ്റെ അകത്തോട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഇപ്പം നമ്മൾ ഈ KNN-ന്റെ അത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്തും ഈ df.knn ഇതാണ് ഇമ്പ്യൂട്ടഡ് ഡാറ്റ സെറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് മിസ്സിംഗ് വാല്യൂ നോക്കുമ്പം ഇറ്റ് ഷുഡ് ബി കമ്മിങ് ആസ് 0. ഡാറ്റ ഇതാണ് മൈസ് വെച്ച് നമ്മൾ ഇമ്പ്യൂട്ട് ചെയ്തിട്ട്. ഈ ആദ്യത്തെ റോയിലൊന്നും വലിയ മാറ്റമില്ല, കാരണം അത് we didn't impute anywhere. It's difficult to find which ones got imputed. Anyway, the idea is once you impute, you will get a data set with full available values. So ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി കൂടെ ML പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ഇച്ചിരി കൂടെ അടുത്തോട്ട് വരുവാണ്. അപ്പം the standard R package which is used for machine learning is Carrot. So ഈ Carrot എന്ന് പറയുന്നത് stands for classification and regression training. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻസീവ് ഡോക്യുമെന്റേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഈ റെഫറൻസ് ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഇറ്റ്സ് എ വാസ്റ്റ്ലി ഡോക്യുമെന്റഡ് ആർ പാക്കേജ്. സോ നമുക്കിപ്പം ആ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാം. ലൈബ്രറി Carrot. Now ഈ ഹെഡ് DF എന്നുള്ളതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഡാറ്റ ഫ്രെയിം. വി ആർ നോട്ട് ഗോയിങ് ടു യൂസ് എനി ഓഫ് ദ ഇമ്പ്യൂട്ടഡ് ഡാറ്റ സെറ്റ്സ് ഫോർ നൗ, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ Carrot പാക്കേജിനകത്ത് തന്നെ മിസ്സിംഗ് വാല്യൂസ് ഇമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഈസിയർ വേസ് ടു ഡു ഉണ്ട്. സോ നമ്മൾ അതായിരിക്കും ഉപയോഗിക്കുന്നത്. ഹിയർ ml.data.org. സോ ഐ ജസ്റ്റ് renamed it. So like original data for machine learning. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റീനെയിം ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഔട്ട്ലെയർ ഡിറ്റക്ഷൻ ആണ്. ഇതിനുള്ള സമയം had a presentation, maybe we can also continue later on. ഈ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രീ പ്രോസസ്സിംഗ് യൂഷ്വലി നോട്ട് യൂഷ്വലി ചിലപ്പോഴൊക്കെ വേണ്ടി വരും. ഔട്ട്ലെയർ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് ആൻ ഒബ്സർവേഷൻ വിച്ച് ഡീവിയേറ്റ്സ് സോ മച്ച് ഫ്രം ദ അതർ ഒബ്സർവേഷൻസ് ടു അറൗസ് സസ്പിഷൻസ് ദാറ്റ് ഇറ്റ് വാസ് ജനറേറ്റഡ് ബൈ എ ഡിഫറെൻറ്റ് മെക്കാനിസം. അതായത് നമ്മൾ കരുതാൻ വിശ്വസനീയമല്ലാത്ത വാല്യൂസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഔട്ട്ലെയർ ആണ്. അതിനും ഈ മിസ്സിംഗ് ഡാറ്റ ഇമ്പ്യൂട്ട് ചെയ്യാനുള്ള മെക്കാനിസംസ് പോലെ തന്നെ ഈ ഔട്ട്ലെയർ ഏതാണ് ഔട്ട്ലെയർ എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ജനറലി കുറേ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ മൂന്നും പോപ്പുലർ വൺസ് ഞാൻ ഇതിൻ്റെ അകത്ത് ക്ലാസ്സിലൊന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. ഇറ്റ് ഈസ് ബേസിക്കലി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ബേസിക്കലി ഇതൊരു ബോക്സ് പ്ലോട്ട് ആണ്. ഈ ബോക്സ് പ്ലോട്ടിനകത്ത് ഈ ലൈൻ എന്ന് പറയുന്നത് ബേസിക്കലി ഫസ്റ്റ് ക്വാർട്ടൈൽ, അതായത് 25th percentile മൈനസ് 1.5 ഇൻറ്റു IQR. ഈ ലൈൻ എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ പ്ലസ് 1.5 ഇൻറ്റു ഔട്ട്ലെയർ. എനി വാല്യൂസ് ദാറ്റ് ആർ ഔട്ട്സൈഡ് ഓഫ് ദിസ് റേഞ്ച് ക്യാൻ ബി കൺസിഡർഡ് ആസ് ഔട്ട്ലെയർസ്. ഈ ത്രഷോൾഡ് ഒരു ഹാർഡ് ലൈൻ ത്രഷോൾഡ് ഒന്നും അല്ല. പലപ്പോഴും ഈ 1.5 ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേഷ്യൻസ് ഒക്കെ ചിലപ്പോൾ ഔട്ട്ലെയർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊന്നും ഔട്ട്ലെയർ ആയിരിക്കത്തില്ല. അതൊക്കെ ചിലപ്പോൾ റിയൽ വാല്യൂസ് തന്നെ ആയിരിക്കും. അപ്പം യു ക്യാൻ ചേഞ്ച് ദ ത്രഷോൾഡ് അക്കോർഡിംഗ്ലി ആൻഡ് ഡിറ്റക്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ വേരിയബിൾ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് ഈ ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത് ഒറ്റ വേരിയബിളിനല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡസൻറ്റ് കൺസിഡർ ദ റിലേഷൻഷിപ്പ് ഓഫ് ദ വേരിയബിൾ വിത്ത് അതർ വേരിയബിൾസ്. അപ്പം ഈ മെത്തേഡ് അതിന് പലപ്പോഴും അങ്ങനത്തെ that's actually a very big disadvantage with standard deviation based outlier detection. Since it doesn't consider the relationship with other variables,
ദിസ് ക്യാൻ ബി ട്രബിൾസം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബേസ്ഡ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ. ഇതിൻ്റെ അകത്ത് വീണ്ടും നമ്മൾ ഈ KNN എന്ന് പറയുന്ന ഇതിൻ്റെ വീണ്ടും വരുവാണ്. ഇത് ഇപ്പം ഒരു ജസ്റ്റ് ആൻ ഇൻഡ്യൂഷൻ. സോ ഹിയർ വി ആക്ച്വലി കൺസിഡർ ദ റിലേഷൻഷിപ്പ് വിത്ത് അതർ വേരിയബിൾസ് ഓൾസോ. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പ്ലോട്ട് നോക്കുവാണെങ്കിൽ 2 വേരിയബിൾ ഉണ്ട്, എയും ബിയും. യു ക്യാൻ കൺസിഡർ ഇറ്റ് ഇസ് ലൈക്ക് ഏജ് ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് മേ ബി BMI ഓൺ ദ Y ആക്സിസ്. അപ്പൊ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഓരോ പോയിന്റിനും നമുക്ക് k equal to 3 or k equal to 5 or k equal to 10, depending on that it can find the nearest neighbors. Depending ഈ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഡിസ്റ്റൻസ് വെച്ച് നിയറസ്റ്റ് നെയ്ബർ കാൽക്കുലേറ്റ് ചെയ്യാം. So if the distance of a point to its k nearest neighbors is more than a threshold, then that can be considered as an outlier. So the basic assumption is that the normal data points, or we call it as inlayers also, opposite of outlier, they have a dense neighborhood. So ഇതിന്റെ അകത്ത് ഈ പോയിന്റ് ആക്ച്വലി ഇതിന്റെ നെയ്ബേഴ്സിൽ നിന്നെല്ലാം ഒത്തിരി ദൂരെയാണ്. അതേസമയം ബാക്കി പോയിന്റുകളെല്ലാം ഒരുമാതിരി അടുത്തടുത്തുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്ത് ഈ അൽഗോരിതം ഇറ്റ് വിൽ പ്രോബബ്ലി സേ ദാറ്റ് ദിസ് പേഷ്യന്റ് ഈസ് ആൻ ഔട്ട്ലയർ ഇൻ ദ അൽഗോരിതം. അപ്പൊ ഇത് ഡിസ്റ്റൻസ് ബേസ്ഡ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ ആണ്. ഈ ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് ഏതാണ് ഔട്ട്ലയർ എന്നുള്ളത്. ഇത് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡെൻസിറ്റി ബേസ്ഡ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ. ഈ നേരത്തെ കാണിച്ചിരുന്ന KNN എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ ഡെൻസിറ്റി ഇറ്റ് ഡസൻ കൺസിഡർ. അത് ഈ പിക്ചർ നോക്കിയാൽ കൂടുതലും ക്ലിയർ ആകും. KNN ഇപ്പൊ ഈ ഡേറ്റയിൽ നമ്മൾ KNN ചെയ്യാൻ പോവുകയാണെങ്കിൽ മേ ബി ഈ അകന്നു കിടക്കുന്ന ഈ പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യപ്പെടുമായിരിക്കാം ഡിസ്റ്റൻസ് ബേസ്ഡ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ മെത്തേഡ്സ് കൂടെ. പക്ഷേ ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റ് ഇതെല്ലാം ഇറ്റ് സ്റ്റിൽ ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് ആൻ ഔട്ട്ലയർ ഈവൻ ദോ ഇറ്റ് ഈസ് ലൈക്ക് ക്ലോസ് ടു ദിസ് ക്ലസ്റ്റർ. ഈ ക്ലസ്റ്ററിന്റെ ഡെൻസിറ്റി അപേക്ഷിച്ച് ഇറ്റ്സ് എൻ എ ഡെൻസ് ലിറ്റിൽ ലെസ് ഡെൻസ് നെയ്ബർഹുഡ്. അപ്പം this kind of points KNN or distance based outliers might miss. അപ്പൊ അത് ഇച്ചിരി കൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലയർ ഡിറ്റക്ഷൻ ആണ് ഈ ഡെൻസിറ്റി ബേസ്ഡ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ. സോ സിമിലർ ടു ഡിസ്റ്റൻസ് വി കമ്പ്യൂട്ട് എ തിങ് കോൾഡ് ഡെൻസിറ്റി. അതിന്റെ എക്സാക്ട് എന്താണെന്നുള്ളത് നമ്മൾ ഇത് പോകുന്നില്ല. ഇതിൻ്റെ അകത്തൊരു ഈ ഒരു ആർട്ടിക്കിൾ ആക്ച്വലി ഒരു ഹാൻഡ് കാൽക്കുലേഷനിൽ കൂടി ഈ ഡെൻസിറ്റി ബേസ്ഡ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഹാൻഡ് കാൽക്കുലേഷൻ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണത്. എനിവേ നമുക്ക് അവസാനം കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറാണ്. അതാണ് ഈ 3.475 1.27 ഈ നമ്പേഴ്സ് എന്ന് പറയുന്നതാണ്. എല്ലാ ഡാറ്റ പോയിന്റിനും ഓരോ നമ്പർ വെച്ച് നമുക്ക് കിട്ടും. ജനറലി ലെസ് ദാൻ 1 ആണ് ഇൻലെയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മോർ ദാൻ 1 എന്ന് പറയുന്നത് ഔട്ട്ലെയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ that can differ from use case to use case. അപ്പൊ അത് ചില കേസിലൊക്കെ ചിലപ്പം we might have to threshold it at 3 അങ്ങനെയൊക്കെ വരാം. But generally speaking, any value more than 1 suggests that it is a probable outlier. So ഇത് വെച്ച് നമ്മൾ ചിലപ്പം പലപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഔട്ട്ലയേഴ്സ് ഒക്കെ ചിലപ്പം ഡിറ്റക്റ്റഡ് ആകും. പക്ഷെ അതെല്ലാം റിമൂവ് ചെയ്യണമെന്നൊന്നുമില്ല. But just know that there are basically 3 different types of outlier detection. Okay. Think already 8:30 ആയി. I think we can go through it in the next class. എനിക്ക് 8:30 ഒരു വേറൊരു മീറ്റിംഗിലോട്ട് പോവുകയും ചെയ്യണം. എന്തായാലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ ഉള്ളതിൽ? Oh, it was very nice. What will be our next step in this process? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഔട്ട്ലെയർ ഡിറ്റക്ഷന്റെ ഈ ഡെൻസിറ്റി ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷന്റെ ഒരു നമ്മൾ കാണിക്കുന്നുണ്ട്. അത് ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് സ്മോൾ ടു ഫിനിഷ് വെരി ക്വിക്ക്ലി ഓൾസോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ
then we are basically going into the train test splitting part. Okay. Okay. Good. Thank you. നല്ലതായിരുന്നു ഡെന്നിസ്, വെരി ഗുഡ്. Okay, thank you, sir. Thank you. Yeah, it explains very Thank well you, the Dennis. basic steps. Yeah, thank you. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എനിക്ക് ഇപ്പോൾ വേറൊരു മീറ്റിങ്ങിലോട്ട് പോകണം. ഫ്രൈഡേ കാണോ? ഫ്രൈഡേ ഉണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Thank you. Okay, Thank you. Good see you on night. Friday. Thank you, Dennis. Thank you. Good night. Okay, thank you.